കേരള കോൺഗ്രസിൽ കോട്ടയത്തെ ചൊല്ലി പോര് മുറുക്കുകയാണ്. മത്സരിച്ചേ മതിയാകുമെന്ന നിലപാടിലാണ് പി.ജെ. ജോസഫ്. അതിനുള്ള നീക്കവും ജോസഫ് സജീവമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കോട്ടയത്തെ പത്രക്കാരെ നേരിൽ കണ്ട് പിന്തുണ ചോദിച്ച പി.ജെ. ജോസഫ് ഇപ്പോൾ ബിഷപ്പ് ഹൗസുകൾ കയറിയിറങ്ങി പിന്തുണ തേടുകയാണ്. അതിനിടെ മാണിയെ തന്നെ ഇറക്കി മത്സരിപ്പിച്ചാലും കോട്ടയം വിട്ടുകൊടുക്കില്ലെന്ന വാശിയിലാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗവും. ഇതോടെ ഭിന്നത മുതലാക്കാൻ UDFന്റെ ഉറച്ച കോട്ടയിൽ പറ്റിയ സ്ഥാനാർത്ഥിയെ തേടി CPM സജീവമായി കഴിഞ്ഞു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ കണ്ടെത്താനാണ് നീക്കം നടക്കുന്നത്. പാലയിലെയും കോട്ടയത്തെയും മെത്രാന്മാരെ സന്ദർശിച്ച ശേഷം ഇന്നലെ ജോസഫ് സഹായം ചോദിച്ചെത്തിയത് ചങ്ങനാശ്ശേരി മെത്രാന്റെ അടുത്താണ്. കെ മാണിയുമായി ഏറെ അടുപ്പമുള്ള ചങ്ങനാശ്ശേരി രൂപതയോട് കേരള കോൺഗ്രസിലെ പ്രതിസന്ധി വിശദീകരിക്കുകയും ചെയ്തു. ലയനം കൊണ്ട് ഒന്നും നേടിയില്ലെന്നും കോട്ടയം സീറ്റെങ്കിലും തരണമെന്നും മാണിയെ ഉപദേശിക്കാനായിരുന്നു മെത്രാനോട് ആവശ്യപ്പെട്ടത്. ലോക്സഭാ സീറ്റ് സംബന്ധിച്ച് കേരള കോൺഗ്രസ് എമ്മിൽ ഭിന്നത തുടരവേ വർക്കിംഗ് ചെയർമാൻ പി.ജെ. ജോസഫ് നടത്തുന്ന നീക്കങ്ങളും CPM വീക്ഷിക്കുന്നുണ്ട്. ഇന്നലെ ചങ്ങനാശ്ശേരി അതിരൂപത ആസ്ഥാനം സന്ദർശിച്ചു. വ്യാഴാഴ്ച കോട്ടയം പാലാ രൂപതകളുടെ ആസ്ഥാനങ്ങളിൽ ജോസഫ് സന്ദർശനം നടത്തി. രാജ്യസഭാ സീറ്റ് ജോസ് കെ മാണിക്ക് ലഭിച്ചതോടെ ലോക്സഭാ സീറ്റ് ജോസഫ് ഗ്രൂപ്പിന് വേണമെന്നും മത്സരിക്കാൻ തയ്യാറാണെന്നുമാണ് പി.ജെ. ജോസഫിന്റെ നിലപാട്. ഇതിനുള്ള പിന്തുണ തേടലിന്റെ ഭാഗമായാണ് ജോസഫ് സമുദായ നേതാക്കന്മാരെ സന്ദർശിക്കുന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ലയിക്കുന്നതിന് മുൻപ് തന്നെ രാജ്യസഭാ സീറ്റും ലോക്സഭാ സീറ്റും തങ്ങളുടെ കൈവശമായിരുന്നു എന്നാണ് മാണി വിഭാഗത്തിന്റെ വാദം. പ്രശ്നപരിഹാരത്തിന് 25, 26 തീയതികളിൽ നടക്കുന്ന ചർച്ചകൾ നിർണായകമാകും. പി.ജെ. ജോസഫ് മത്സരിക്കാൻ തയ്യാറായി രംഗത്തെത്തിയതോടെ ബദൽ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കാനാണ് മാണി വിഭാഗത്തിന്റെ നീക്കം. മുൻ MP ജോയ് എബ്രഹാം, MLA-മാരായ റോഷി അഗസ്റ്റിൻ, N. ജയരാജ് എന്നിവരിൽ ഒരാൾ മത്സരിക്കുമെന്ന് മാണി വിഭാഗം സൂചനയും നൽകി. ഇതിനെ ജോസഫ് ചോദ്യം ചെയ്താൽ മാണി തന്നെ മത്സരിക്കാൻ എത്തുമെന്നാണ് സൂചന. കോട്ടയം സീറ്റ് മാണി വിഭാഗം ആർക്കും വിട്ടുകൊടുക്കില്ല. UDFിലെ സീറ്റ് ചർച്ച 26-നാണ്. അതിനു മുൻപ് KM മാണിയും പി.ജെ. ജോസഫുമായി വീണ്ടും ചർച്ച നടത്താനാണ് മധ്യസ്ഥന്റെ റോൾ വഹിക്കുന്ന PK കുഞ്ഞാലിക്കുട്ടിയുടെ തീരുമാനം. കേരള കോൺഗ്രസിൽ ഏകദേശ ധാരണയായ ശേഷം UDFിൽ ചർച്ച നടത്തും. സീറ്റ് വിവാദത്തിൽ ജോസഫ് തെറ്റിപ്പിരിയുമെന്നും മുന്നണി വിട്ടുപോകുമെന്നും സൂചനകളുണ്ട്. ഇടുക്കിയിൽ ഇടത് സ്ഥാനാർത്ഥിയെ പി.ജെ. ജോസഫ് മത്സരിക്കുമെന്ന വിലയിരുത്തലുമുണ്ട്. തൊടുപുഴ നിയമസഭാ സീറ്റിൽ മകനെ മത്സരിപ്പിക്കാനുള്ള നീക്കമാണ് ജോസഫ് ഇതിലൂടെ നടത്തുന്നത്. മോൻസ് ജോസഫ് അടക്കമുള്ള MLA-മാരും ജോസഫിന് പിന്തുണയുമായുണ്ട്. ജോസഫിനെ ഡൽഹിക്ക് അയച്ച് കേരളത്തിൽ മന്ത്രിയാകാനുള്ള സാധ്യതയാണ് മോൻസ് ജോസഫ് തേടുന്നത്. അതിനിടെ ജസ്റ്റിസ് കുര്യൻ ജോസഫിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള സാധ്യതയും കേരള കോൺഗ്രസ് പരിഗണിക്കുന്നുണ്ട്. ജോസഫ് ഇന്നലെ വൈകിട്ട് പെരുന്നയിൽ NSS ആസ്ഥാനത്തെത്തി ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരുമായി 1 മണിക്കൂറോളം ചർച്ച നടത്തി. കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി VK ലാലിയോ ഒപ്പമുണ്ടായിരുന്നു. NSS ആസ്ഥാനത്ത് നിന്ന് വളരെ നിരാശാജനകമായ പ്രതികരണമാണ് ജോസഫിന് ലഭിച്ചത്. മാണിയുടെ സ്ഥാനാർത്ഥിക്ക് മാത്രമാകും പിന്തുണയെന്ന് സുകുമാരൻ നായർ അറിയിച്ചു. ചങ്ങനാശ്ശേരി അരമനയിൽ മാർ ജോസഫ് പെരുന്തോട്ടവുമായി അരമണിക്കൂർ കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ജോസഫ് പെരുന്നയിലെത്തിയത്. ചെത്തിപ്പുഴ സെന്റ് തോമസ് ആശുപത്രി ചികിത്സയിലായിരുന്ന മാർ ജോസഫ് പവത്തലിനെയും സന്ദർശിച്ച് കോട്ടയത്ത് സ്വതന്ത്രനായി പോലും മത്സരിക്കുന്നത് ജോസഫ് പരിഗണിക്കുന്നുണ്ട്. ഇതിന് മുന്നോടിയായാണ് സമുദായ നേതാക്കളുടെ പിന്തുണ ജോസഫ് തേടുന്നത്. കേരള കോൺഗ്രസിൽ സമ്മർദ്ദം ശക്തമാക്കാൻ കൂടിയാണിത്. കോട്ടയം MP ആയിരുന്ന ജോസ് കെ മാണി ലോക്സഭാംഗത്വം രാജിവെച്ച് രാജ്യസഭയിൽ പോയതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമായി തീർന്നത്. അതിനിടെ UDFിൽ നിന്ന് കോട്ടയം സീറ്റ് പിടിച്ചെടുക്കാൻ പുതുമുഖ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന നേതൃത്വം ചർച്ച നടത്തി. നിലവിലെ സാഹചര്യത്തിൽ വിവിധ വിഭാഗങ്ങൾക്കും സമുദായങ്ങൾക്കും സ്വീകാര്യനായ സ്വതന്ത്രനെ രംഗത്തിറക്കാനാണ് ശ്രമം. ശബരിമലയുടെ സമീപ ജില്ലയിൽ പാർട്ടി ചിഹ്നത്തേക്കാൾ നല്ലത് സ്വതന്ത്ര ചിഹ്നമാണെന്ന് CPM കരുതുന്നു. സ്വതന്ത്രൻ വരുന്നത് സംബന്ധിച്ച് ജില്ലാ നേതൃത്വത്തിന്റെ അഭിപ്രായം CPM സംസ്ഥാന നേതൃത്വം ആരാഞ്ഞിട്ടുണ്ട്. ഇതിനു മുൻപ് കോട്ടയത്ത് CPM സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചത് 1971-ലാണ്. അധ്യാപക സംഘടനാ നേതാവായ R. രാമചന്ദ്രൻ നായർ അന്ന് മത്സരിച്ചെങ്കിലും 25,000 വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. ന്യൂസ് ഡെസ്ക് മറുനാടൻ TV.